രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും കേസ് വന്നില്ലേ? കഴിഞ്ഞ 2-3 വീഡിയോയിലായിട്ട് ഞാൻ കൃത്യമായി പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു പെൺകുട്ടി കൊടുത്ത പരാതി കൊണ്ട് മാത്രമല്ല ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി പേഴ്സണലി രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ടവനെ എതിർക്കാൻ കാരണം ഇവൻ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചിരുന്നു, എന്തൊരു യങ് ബ്ലഡ്, അടിപൊളി, കോൺഗ്രസിന് നല്ലൊരു നേതാവിനെ ഭാവി കിട്ടുന്നൊക്കെ വിചാരിച്ച സമയത്താണ് ഇവൻ്റെ കഥകൾ ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. അന്ന് വെറുത്തതവൻ. പിന്നെ ഒരു കേസ് വരണം, സോളിഡ് ആയിട്ടുള്ള എവിഡൻസുകൾ വേണം. അപ്പോഴാണ് ആ കേസ് വന്നത്. ആ കേസ് വന്നു, വീഡിയോ ചെയ്തപ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഒറ്റ കേസിൽ നിൽക്കില്ല ഇതൊരു 10 12 ചുരുങ്ങിയതൊരു 6 കേസെങ്കിലും ഇവിടെ വരാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം ഇവനെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഇവന് ഭാവിയിൽ ഒരു മന്ത്രി കസാര കിട്ടും, ചിലപ്പോൾ ഇവനൊരു മുഖ്യമന്ത്രിയാവും എന്നൊക്കെ വിചാരിച്ച് ഇവൻ്റെ ആസനം താങ്ങി നടക്കുന്ന ഇവൻ്റെ അടിമകളോടാണ് പറയാനുള്ളത്, മക്കളെ നിങ്ങൾ താങ്ങി നടക്കലേ ഉണ്ടാവുള്ളൂ. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്നുള്ളത് ഇവനെ പറയാം. ഇവനെ അത്ര വൃത്തികെട്ടവനാണ് ഇവൻ. കാണിച്ചു വെച്ച പരിപാടികൾ, ഇപ്പോൾ ഇന്ന് വന്ന ഈ ഒരു കംപ്ലൈൻറ്റ്, ഇതൊരു പോലീസ് കംപ്ലൈൻ്റ് ആയിട്ടല്ല, ബട്ട് ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൈം ബ്രാഞ്ചിന് ഇന്ന് കംപ്ലൈൻറ്റ് കൊടുത്ത ലേഡിയുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാം. ആ വിഷയത്തിനെ കുറിച്ച് എല്ലാ സംഗതികളും അവർക്ക് അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്ന ദിവസം നിങ്ങൾ ഉറപ്പിച്ചോ, ക്രൈം ബ്രാഞ്ച് ഒരു 3-4 കേസ് എന്താണെങ്കിലും ഇവന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെറുതെ അല്ല ഇവൻ മുങ്ങിയത്. പോളോ കാറ്, സിനിമ നടി, ഇതൊന്നുമല്ല വിഷയം. അതൊക്കെ മുകളിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പേടിക്കുന്ന, ഞെട്ടുന്ന രീതിയിലുള്ള കേസുകളാണ് ഈ മാങ്ങാത്തൊലിയൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവനെ താങ്ങാൻ ഇപ്പോഴും ആളുകൾ താങ്ങി നടന്ന ഒരുത്തകത്ത് നിരാഹാരം കിടക്കുന്നുണ്ടല്ലോ. അത് വേറെ ലോക പൊട്ടനാണോ അതിബുദ്ധിമാനാണോ? ഐ എം സ്റ്റിൽ കൺഫ്യൂസ്ഡ്. ഓക്കെ, അവന് നിന്ന് കുറച്ച് വിസിബിലിറ്റി ഉണ്ടാക്കണം, കുറച്ച് റീച്ച് ഉണ്ടാക്കണം, അതാണ് അവൻ്റെ ആവശ്യം. എന്തായി? അരിയും മൂഞ്ചി മണ്ണെണ്ണയും മൂഞ്ചി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ പോയി കിടക്കുന്നുണ്ട്. ഇപ്പം അവൻ ഉണ്ടെങ്കിൽ എന്ത് പറയുമായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ ഈ ഒരു കേസ് കൂടി പുറത്തു വന്ന് ഈ സമയത്ത് രാഹുൽ ഈശ്വരുണ്ടെങ്കിൽ വീണ്ടും അവൻ 30 സെക്കൻഡ് തരൂ, 20 സെക്കൻഡ് തരൂ എന്ന് പറഞ്ഞിട്ട് അവിടെ കടന്ന് മെഴുകി പുട്ടിയടിച്ചിട്ടുണ്ടാവുമായിരുന്നു അല്ലേ? എന്തായാലും അതാണ് മാറി കിട്ടിയല്ലോ. അപ്പോൾ ഗുരുതര ആരോപണമാണ് ഇവിടെ രണ്ടാമത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു ലേഡിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മലയാളിയായ, ബാംഗ്ലൂരിൽ താമസിക്കുന്ന, ബാംഗ്ലൂർ സ്വദേശിനിയായ ഒരു ലേഡിയാണ്. ഇത് KPCCക്കും പിന്നെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവുണ്ട് രാഹുൽ ഗാന്ധിക്കൊക്കെയാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, കംപ്ലൈൻറ്റ് KPCCക്ക് കൊടുത്തു, രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു, പിന്നെ പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്തു. അങ്ങനെ മുതിർന്ന നേതാക്കന്മാർക്കാണ് ഇവർ കംപ്ലൈൻറ്റ് മെയിൽ വഴി അയച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ കേസിൽ ക്രൈം ബ്രാഞ്ചിന് ഫുൾ ഡീറ്റെയിൽസ് ക്രൈം ബ്രാഞ്ചിൻ്റെ കയ്യിലുണ്ട് താനും. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ന്യൂസിൽ എന്താ പറയുന്നത് നോക്കാം. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ബലാത്സംഗ കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര പരാതിയുമായി മറ്റൊരു യുവതിയും രംഗത്ത്. വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും യുവതി പരാതി നൽകിയിരിക്കുന്നു. ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു പീഡനം. ഗർഭം ധരിക്കാൻ രാഹുൽ നിർബന്ധിച്ചതായും യുവതി പരാതിയിൽ പറയുന്നു. ഞെട്ടിക്കുന്ന പരാതിയാണ്. ഒരു പെൺകുട്ടി, 23-കാരിയായ കേരളത്തിന് പുറത്തു താമസിക്കുന്ന ഒരു പെൺകുട്ടിയെ ക്രൂരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. ഈ പരാതി കോൺഗ്രസ് നേതൃത്വത്തിനാണ് ഈ യുവതി കൈമാറിയിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത്, സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടു, അതിനുശേഷം കുടുംബത്തോട് ആവശ്യപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി, കുടുംബത്തിന്റെ അനുമതിയോടെ വിവാഹത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു. പെൺകുട്ടിയെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി, എന്നിട്ട് നേരിട്ട് പരിചയപ്പെടാനെന്ന് പറഞ്ഞ ഒരു ഹോം സ്റ്റേയിലേക്ക് എത്തിച്ചു. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് കൂടുതൽ ആളുകൾ അറിയാത്തൊരിടം എന്ന രീതിയിൽ ഒരു ഹോം സ്റ്റേയിലേക്ക് തന്ത്രപരമായി എത്തിക്കുന്നു. ഇപ്പോൾ അതിൽ രാഹുലിന്റെ ഉറ്റ സുഹൃത്തായ ഫെനി നൈനാന്റെ പേരുകൂടി ആ പെൺകുട്ടി പരാമർശിക്കുന്നു. ഫെനി നൈനാനും രാഹുൽ മാങ്കൂട്ടത്തിലും ചേർന്ന് ഒരു ഹോം സ്റ്റേയിലേക്ക് പെൺകുട്ടിയെ എത്തിക്കുന്നു. അങ്ങനെ ഹോം സ്റ്റേയിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്നു, ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു. പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു, വലിയ രീതിയിൽ ബുദ്ധിമുട്ടി. അങ്ങനെ മരുന്ന് നൽകിയതിനു ശേഷം വീണ്ടും ക്രൂരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചുവെന്നാണ് ആ പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തതിനു ശേഷം അതേ മുറിയിൽ വെച്ച് പെൺകുട്ടിയോട് പറഞ്ഞത് താൻ ആരെയും വിവാഹം കഴിക്കില്ല, താൻ ഈ തരത്തിൽ
സൗഹൃദങ്ങൾ നിലനിർത്തി പോകാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ മാനസികമായി തകർന്നു പെൺകുട്ടി. അവിടെ വെച്ച് പെൺകുട്ടിയോട് തന്റെ ഗർഭം ധരിക്കണമെന്ന് നിർബന്ധിച്ചു എന്ന് ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ ശരീരമാകെ മുറിവ് പറ്റി വലിയ രീതിയിൽ ശാരീരികമായും മാനസികമായും പ്രയാസമുണ്ടാക്കി. നിരവധി മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. കേട്ടല്ലോ, സെയിം മോഡസടി. ഈവൻ ഒരു സ്ത്രീയെ അപ്രോച്ച് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ഈ വെളുപ്പിക്കലിൻ്റെ മൂത്താപ്പ കഴിഞ്ഞ ദിവസം ഇരുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. മറ്റേ ലേഡി ഫേസ്ബുക്ക് വഴി രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ലേ ഇവിടെ വന്ന് ആദ്യം കോണ്ടാക്ട് ചെയ്തത്. ഇവൻ പിന്നെ നല്ല മറ്റേ ഉണ്ണിക്കണ്ണനാണല്ലോ, ആരും സോഷ്യൽ മീഡിയ വഴി കോണ്ടാക്ട് ചെയ്യാത്തൊരുത്തൻ. ഇവൻ ആരെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഹിറ്റ് ചെയ്യുന്ന ഒരുത്തനാണ് ഈ രാഹുൽ മാങ്കൂട്ടം. അതിനെക്കുറിച്ച് നമ്മൾ ഇവൻ അഖിൽമാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് കൊണ്ട് ഞാൻ വെക്കാം. അങ്ങനെ ആരെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വരയും വിരിച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് ആദ്യം മറ്റേ ലേഡി വന്നു, പാലക്കാടുള്ള ലേഡി. അവരവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ വരുന്നത്, ഭർത്താവുമായിട്ടുള്ള വിഷയങ്ങളും ഗാർഹിക പീഡനവും. ഇതിപ്പോൾ എന്താ, ഇവൻ അങ്ങോട്ട് കയറി അടിച്ചതാ. ഇവൻ അങ്ങോട്ട് കയറി കുളത്തിടുക, വെയിറ്റ് ഇടുക. മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കുളത്തിടണതിൽ അങ്ങോട്ട് കയറി കുളത്തിടും. കുളത്തിട്ട് കഴിഞ്ഞ് ഇവൻ്റെ സ്ഥിരം നമ്പർ ഏത്, രാഷ്ട്രീയക്കാരനാണ്, കല്യാണം കഴിക്കും, വാഗ്ദാനങ്ങൾ, വിവാഹ വാഗ്ദാനം കൊടുക്കൽ ഇവൻ്റെ മെയിൻ പരിപാടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ്റെ രാഷ്ട്രീയം, ഇവൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാവി, അങ്ങനെ ഇങ്ങനെ. പിന്നെ ഇവൻ്റെ മെയിൻ സാധനം, എനിക്ക് നിന്നിലൊരു കുട്ടി വേണം. ഇതാണ് ഇവൻ്റെ മെയിൻ ഐറ്റം. ഇത്രയും വലിയ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരുത്തൻ ഇവനാണ്. 2025 കൺവിൻസിങ് സ്റ്റാർ. ഇവൻ്റെ കേസുകൾ പുറത്തു വരുമ്പോഴാണ് ഇവൻ്റെ എല്ലാം ഒരു പാറ്റേൺ ആണ്. എന്തായാലും എനിക്ക് നിന്നിലൊരു കുട്ടി വേണം. ഒരു ലേഡിയോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിൻ്റെ വീട്ടുകാരോട് പറ ഞാൻ കല്യാണം കഴിക്കുന്നുള്ളത്, എനിക്ക് നിന്നിലൊരു കുട്ടി വേണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ചിലർ വിശ്വസിച്ച് പോകും. ഈ പെൺകുട്ടി തന്നെ 21 വയസ്സിലാണ് ഈ ഒരു അവസ്ഥ അവൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടത്. ഓക്കെ, 2023 ഈ പെൺകുട്ടിയെ ആദ്യം സോഷ്യൽ മീഡിയ വഴി ഇവൻ എന്ത് ചെയ്യുന്നു, പരിചയപ്പെടുന്നു. സോഷ്യൽ മീഡിയയിൽ ഇവൻ അങ്ങോട്ട് കയറി പരിചയപ്പെടുന്നു. അതിനുശേഷം കുറച്ചൊരു ടൈം ഫ്രെയിമിന് ശേഷം വീണ്ടും ഇവൻ ഈ പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുന്നു. പിന്നെ പറയുന്നു അല്ലാതെ അവൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത് ആരൊക്കെയാണെന്ന് പറയുന്നു. പിന്നെ അതിനുശേഷം വീണ്ടും കല്യാണ അഭ്യർത്ഥന നടത്തുന്നു. ആദ്യവും നടത്തിയിട്ടുണ്ട്, വീണ്ടും വന്ന് നടത്തുന്നു. ആദ്യമൊക്കെ ഈ പെൺകുട്ടീനെ വീട്ടുകാർക്ക് ഇവന് പ്രോപ്പറായിട്ടൊരു ജോലിയില്ല, ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നുള്ളൊരു സ്കീമിലായതുകൊണ്ട് അവർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ എന്തായി, യൂത്ത് സെക്രട്ടറി അങ്ങനെ എങ്ങനെയെന്നൊക്കെ ആയ സമയത്ത് അവർ ഒന്ന് കൺവിൻസ്ഡായി. ഇവൻ കല്യാണം കഴിക്കുന്നുള്ള ഒരു ഉറപ്പും കൊടുത്ത് ഈ കുട്ടിയെ നാട്ടിലേക്ക്, ഈ കുട്ടി വെക്കേഷൻ വന്ന സമയത്താണ് ഹോം സ്റ്റേക്ക് വിളിച്ചു കൊണ്ടുവന്നത്. ഇവിടെ 100,000 ചോദ്യങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഹോം സ്റ്റേ ആരൊപ്പിച്ചു കൊടുത്തു, ഏതാണ് ആ ഹോം സ്റ്റേ, ആ ഹോം സ്റ്റേ എടുത്തു കൊടുത്ത അടുത്ത നേതാവ് ആര്? ഇവിടുത്തെ മീഡിയ ചോദിക്കേണ്ടതാണ്, ഏത് നേതാവാണ് ആ ഹോം സ്റ്റേ ഒപ്പിച്ചു കൊടുത്തത്? ഇവിടുത്തെ മീഡിയാസിന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ നേതാവിൻ്റെ പേരൊന്ന് പുറത്തു പറ. നിങ്ങൾക്ക് പറ്റുമോ ഞാൻ നോക്കട്ടെ. എന്നെ കൊണ്ട് നടക്കില്ല, കാരണം ഞാൻ ഈ ഒറ്റയ്ക്കുള്ളൊരു സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ ചാനൽ എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല, ഞാൻ തുറന്ന് പറയാം. എനിക്ക് അതിനുള്ള ധൈര്യമില്ല. പക്ഷെ മീഡിയാസിന് അതിനുള്ള ധൈര്യം വേണം. നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇവിടുത്തെ നാട്ടുകാരോട്, മനസ്സിലായില്ലേ? എന്നേക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. എന്നേക്കാൾ കൂടുതൽ എക്സ്ക്ലൂസീവും ബ്രേക്കിങ്ങും പൊട്ടിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ തന്നെ ഇതും നിങ്ങൾ പുറത്ത് കൊണ്ടുവരാം. അതോ ഇത് നിങ്ങൾ മുക്കിക്കളയൂ? ഇതൊക്കെ പുറത്ത് വന്ന കോൺഗ്രസിൻ്റെ അടിവേരടക്കം ഇളകി മറിയും. ഇപ്പോൾ കേരളത്തിൽ പിണറായി 3.0 കൺഫേം പോകും, മനസ്സിലായോ? അമ്മാതിരി വരട്ട് പരിപാടികളാണ് കുറച്ച് ആളുകൾ ചേർന്നുള്ള ഒരു ബെൽറ്റ് ഒപ്പിച്ച് വെച്ചിട്ടുള്ള പണി. അപ്പോൾ ഹോം സ്റ്റേ ആരും ഒപ്പിച്ചു കൊടുത്തു. ഓക്കെ, ഇനി ഫ്രണ്ട് ഫെനി ഇതിലുണ്ട്, അതിലും ഉണ്ടായിരുന്നു. അങ്കി ഇറുകുത് ഇങ്കി ഇറുകുത് അവിടെ ഗൊമ്മാലേ, നീയാടാ മെയിൻ. എന്നിട്ട് ഇന്ന് വന്നിരുന്നിട്ട് നിറച്ചിരുന്ന് മെഴുകുണ്ട്. ഇപ്പോൾ ഓഫീസ് പൂട്ടി ഓടി എന്നാണ് കേട്ടത്. ഒന്ന്, പിന്നെ ഇവൻ്റെ ഈ സ്ഥിരം പണി, കല്യാണം കഴിക്കാം, എനിക്ക് കുട്ടി വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് വരുത്തി. അവിടെ ഉപദ്രവമാണ്. ഈ ലേഡി ഇവരയച്ച ഈ ഒരു മെയിലിനകത്ത് ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അവരെ ലിറ്ററലി അത്രയും മോശമായ രീതിയിൽ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ്, പിന്നെ അതിനുശേഷം വീണ്ടും മരുന്ന് കൊടുത്ത് അവരെ ഓക്കെ ആയി വന്നപ്പോൾ വീണ്ടും അവരെ ഉപദ്രവിച്ച്, എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് കല്യാണം? കല്യാണമോ വാഗ്ദാനമോ? ഞാനൊന്നും നിന്നിട്ടില്ല. എനിക്കെൻ്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ, അവൻ്റെ തേങ്ങ കൊല, മാങ്ങ അത്തോലി, മാങ്ങാണ്ടി. ഇങ്ങനെ ഒരുത്തനെ ഇപ്പോഴും നിങ്ങൾ, ഞാൻ പറയുന്നു ഇതൊക്കെ ചെറിയ കേസുകൾ. ഇത് ചെറുത് പറയാൻ ഗ്രാവിറ്റി കുറച്ച് പറയില്ല കേട്ടോ. ഇതൊക്കെ പൊതുസമൂഹം കേൾക്കുമ്പോൾ അതേപോലെ തന്നെ ഈ കേസ്, ഇതൊന്നും അല്ല അവൻ്റെ കേസുകൾ. കോൺഗ്രസിനകത്തു നിന്നുള്ള പല നേതാക്കന്മാരും ഇപ്പോഴും
മ്യൂട്ട് മോഡിലിരിക്കാൻ കാരണം എന്താണെന്നറിയോ? പലരുടെയും വീട്ടിൽ കയറി കളിച്ചിട്ടുണ്ട് ഇവൻ, മനസ്സിലായില്ലേ? എന്നിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ട് ഈ വൃത്തികെട്ടവനെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം കോൺഗ്രസിൻ്റെ നേരെ വന്നാൽ കോൺഗ്രസ് നാളെ പെടും. അതിന് VD സതീശൻ അയാൾ ഒറ്റ ഒരാളാണ് ഇവനെതിരെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുള്ള വലിയ ചങ്കാണ് ഷാഫി പറമ്പിൽ. മ്യൂട്ടിലാണ്, അൾട്രാ മ്യൂട്ട് മോഡിലാണ് ഇരിക്കുന്നത്, മിണ്ടുന്നില്ല, മിണ്ടാൻ പറ്റില്ല. പല നേതാക്കന്മാർക്കും അങ്ങനെ മിണ്ടാൻ പറ്റില്ല. കാരണം ഇവൻ ഏതെങ്കിലും വഴിക്ക് ഇവനെതിരെ ആരെങ്കിലും തിരിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അങ്ങനത്തെ ഐറ്റമാണ്. ഇവൻ അട്ടപടലം കോൺഗ്രസിനെ വിഴുങ്ങിയിരിക്കുക. പൈസേൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള നേതാക്കന്മാരുടെ വേറെ കുറേ പരിപാടികൾ ഇവൻ്റെ കയ്യിലുണ്ട്. എല്ലാം കൊണ്ട് ഇവൻ റെഡിയാണ്. ഇവൻ വീണാൽ ഞാൻ എല്ലാവരെയും വീഴ്ത്തും. ഈ മൂഡിലാണ് ഇവൻ ഇരിക്കുന്നത്, മനസ്സിലായോ? അങ്ങനത്തെ ഒരുത്തൻ കഴിഞ്ഞില്ല. ഇനി ബാക്കിയും കൂടി കേൾക്കാം. ഇത് ഇവൻ്റെ ചെയ്തികൾ കുറേ ഉണ്ട്. വിവാഹ വാഗ്ദാനം നൽകി സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടു. അവിടെ വീട്ടിലേക്ക് വന്ന താൻ തന്റെ ബന്ധുക്കളെയും കൂട്ടി വരാം, നമുക്ക് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി പരിചയപ്പെടാൻ വേണ്ടി എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലും ഫെനി നൈനാനും ചേർന്ന ഒരു കാറിൽ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയി സ്നേഹത്തോടെ അവിടെ എത്തിച്ച് മുറിയിലെത്തിച്ച് ഫലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയെന്നാണ് പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. അങ്ങനെ മാനസികമായും ശാരീരികമായും താൻ തളർന്നുപോയി. അതിനുശേഷം വിവാഹം കഴിക്കാനുള്ള തന്റെ തീരുമാനം പോലും ഇനി ഒരു വിവാഹമില്ല ഈ ഒറ്റ കാരണത്താൽ എന്ന് പറഞ്ഞ് പെൺകുട്ടി നിൽക്കുകയാണ്. വളരെ ഗൗരവത്തിലുള്ള പരാതിയാണ്. രണ്ടാമത്തെ പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക അതിക്രമത്തിനെതിരെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യത്തെ പരാതി പോലീസിലെത്തി, ഇപ്പോൾ രണ്ടാമത്തെ പരാതി കോൺഗ്രസ് നേതൃത്വത്തിന്, അത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ കൈകളിലേക്കാണ് പരാതി എത്തിയിരിക്കുന്നത്. ആദ്യത്തെ പരാതി പോലീസിൽ നൽകിയപ്പോൾ ആ യുവതിയും രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിയിരുന്നു. ഈ പെൺകുട്ടി നേരിട്ട് കോൺഗ്രസ് നേതൃത്വത്തിനാണ് പരാതി നൽകിയത്. അത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്, വയനാട് MP പ്രിയങ്ക ഗാന്ധി, ഇങ്ങനെ 3 പേർക്കാണ് പെൺകുട്ടി ഇമെയിൽ വഴി തന്റെ ദുരനുഭവം പറഞ്ഞ് പരാതിയായി നൽകുന്നത്. കോൺഗ്രസിൽ മെസ്സേജ് അയക്കാതെ ഹിറ്റ് ചെയ്യാതെ വിട്ട് കളഞ്ഞത് ഈ പറഞ്ഞ പ്രിയങ്ക ഗാന്ധിനെ മാത്രമായിരിക്കും, എനിക്ക് അത് തോന്നുന്നു. അങ്ങനെ ഇവൻ്റെ കയ്യിലിരിപ്പ് വെച്ച് ഇവൻ ഏത് റേഞ്ചിലും കളിക്കുന്ന ഒരുത്തനാണ്. ഇനി ഫെനി നൈനാൻ ഒരുപാട് കാര്യങ്ങൾ അറിയാം, ഒരുപാട് കാര്യങ്ങൾക്ക് ഫെനി നൈനാൻ ഉത്തരം പറയും വേണ്ടി വരും, മനസ്സിലായോ? ഫെനി നൈനാൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്നുള്ളൊരു ബെൽറ്റിൽ മാത്രം ഇത് രണ്ടാളിലും ഒതുങ്ങി പോകുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നേരാവണ്ണം ഇതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ ബെൽറ്റിലേക്ക് ഇനി ആൾ കയറും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അഖിൽ മാരാർ ഈ വിഷയത്തിൽ സംസാരിച്ച സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇത്തരമൊരു നിലപാട് എനിക്ക് സ്വീകരിക്കേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ, വ്യക്തിപരമായി തന്നെ 1.5 വർഷങ്ങൾക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്തു പോയിട്ടുള്ള സിനിമാ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ളവർ രാഹുൽ അങ്ങോട്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ച് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ കേട്ടപ്പോൾ അവർക്കിത് ഉൾക്കൊള്ളാൻ കഴിയാതെ, എന്താണ് ഇയാളുടെ ഇൻറ്റൻഷൻ എന്നത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇരുന്നതിലുള്ള കാര്യങ്ങൾ ഞാൻ മുമ്പ് തന്നെ പങ്കുവച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഒരു വ്യക്തി പിണറായി വിജയനെ എതിർക്കുന്നു അല്ലെങ്കിൽ സർക്കാരിനെ എതിർക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ കാണിക്കേണ്ട മാന്യത പൊതുസമൂഹത്തിൽ പുലർത്തിയിരുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ചിരിച്ച മുഖവും യൂത്ത് ബ്ലഡ് എന്നുള്ള അവൻ്റെ കുറേ PR-വർക്കും അതായിരുന്നു ആളുകളുടെ മുന്നിൽ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഇമേജ്. ഉള്ളിനുള്ളിൽ ഞാൻ പറഞ്ഞല്ലോ, തുണി ഒരു കോലുമ ചുറ്റി വെച്ചാലടക്കം സീനാണ്. വാഴയും ഒരു തുണി ചുറ്റി അതിലൊരു തോളോട്ട് കൊടുത്താൽ അവിടെയും അത്രയ്ക്ക് നല്ല മോന. ഇവൻ എന്താ പറയുക, ഒരു തരം സൈക്കോപാത്ത് എന്ന് പറയും ഈ കാര്യത്തിൽ. ഇവൻ മനസ്സിലായോ? ഇവൻ അങ്ങനെയാണ് ഈ കാര്യത്തിൽ. ഒളിഞ്ഞും തെളിഞ്ഞും എത്ര ഇൻ്റർവ്യൂകളിൽ, എത്ര സ്ഥലങ്ങളിൽ, അതൊക്കെ പക്ഷേ എന്നാൽ തമാശ ചിരി എന്നുള്ള രീതിക്ക് പോയി. അതൊക്കെ ഞാൻ വീഡിയോയിൽ ഇതിന് മുന്നേ സംസാരിച്ചിട്ടുള്ളതാണ്. സ്റ്റിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നു, ഞാൻ കേട്ടതും ഞാൻ അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് മനസ്സിലായത് ഇവനൊരു വിഷമാണ്, മനസ്സിലായില്ലേ? ഒരു ഭയങ്കര വിഷം. ഇവൻ ഈ വിഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവനെ താങ്ങി നടക്കുന്ന ആളുകൾ താങ്ങുന്നത് എന്തുകൊണ്ട് എന്നുള്ളതും കൂടി ചിന്തിക്കണം നിങ്ങൾ, മനസ്സിലായില്ലേ? അങ്ങനെയാണ്. പണം, കള്ള്, പെണ്ണ്, പൊടി, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ് എപ്പോഴും സൊസൈറ്റിയിൽ. എന്താണെങ്കിലും കൊള്ളാം. രാഹുൽ മാങ്കൂട്ടം ഈ 2 കേസിലൊന്നും നിൽക്കാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല. കേസുകളുടെ എണ്ണം, അതിജീവതകളുടെ എണ്ണം
ഇനിയും കൂടാനുള്ള ചാൻസേ കാണുന്നുള്ളൂ. അതും ഇങ്ങനെ വിവാഹ വാഗ്ദാനം കൊടുത്ത് ഈ രീതിയിലാക്കി പെൺകുട്ടികളെ എന്നുള്ളതിനുപരി ഇനിയും വരും, പല കേസുകളും വരും. മനസ്സിലായോ? ഓക്കെ ഗൈസ്, ഞാൻ വീണ്ടും പറയുന്നു, PR വർക്കും അല്ലെങ്കിൽ എൻ്റെ ആസനം താങ്ങി നടക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും താങ്ങാം. താങ്ങി മടുത്തു എന്നുണ്ടെങ്കിൽ ആസനങ്ങൾ പെരയെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കാം. മേക്ക് ഷുവർ വീട്ടിൽ ആരും ഇല്ല, ടെല്ലിങ് ആരുമില്ല, ആണുമില്ല പെണ്ണും ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഈവൻ ഒരു പട്ടിയും പൂച്ചയും പോലും അവിടെ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഒരു വാഴയൊക്കെ വേണമെങ്കിൽ വെച്ചോ, തുള വീഴുന്നുള്ളൂ, വേറെ വിഷയമൊന്നുമില്ല.